ഹലോ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ ഹോട്ട് ആൻഡ് സ്പൈസി. പിന്നെ ഞാൻ നിറയെ മാങ്ങയും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് മാംഗോ ബാർ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മാംഗോ ക്യാൻഡി എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽസിന് നമുക്ക് കിട്ടില്ലേ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ഇത്രയും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ, അതും പലതരം മാങ്ങകളാണ് കിട്ടുമ്പോൾ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനിപ്പോഴത്തേക്ക് ഒരു 2 വലിയ മാങ്ങയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ബൾക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാനിപ്പോൾ ഒരു കണക്ക് പറയാൻ വേണ്ടി ഇതാണ്. 2 വലിയ മാങ്ങയാണ്. അപ്പം അതിന് ഞാനൊരു 1.5 കപ്പ് പഞ്ചസാരയാണ്, അത്ര പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പം അയ്യോ, ഈ കുട്ടി എവിടേക്കാണ് ഇട്ടിട്ട് പോകണേ നോക്കണ്ട, അത് ക്യാൻഡി അല്ലേ, അപ്പം ആ ഒരു മിഠായിക്കുള്ള മധുരം വേണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പം മധുരം ഇഷ്ടമില്ലാത്തവർ കുറച്ചോളൂ, മധുരം വേണ്ടവർ കൂട്ടിക്കോളൂ. അപ്പം എൻ്റെ കണക്ക് 2 മാങ്ങയ്ക്ക് 2 കപ്പ് പറഞ്ഞാൽ 250 ml കപ്പൊന്നും അല്ല കേട്ടോ. നമ്മുടെ സാധാരണ എന്താ പറയുക, ഗ്ലാസ്സില്ലേ, ചായയുടെ ഗ്ലാസ്, അതിലത്തെ 2 ഗ്ലാസ്സാണേ. ഞാൻ ആ ഗ്ലാസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗ്ലാസ്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാങ്ങ അങ്ങനെ ഭയങ്കര മധുരം എന്ന് പറയാനില്ല. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1.5 ഗ്ലാസ് മതി. പിന്നെ ആൾക്കാർ മധുരം കുറയ്ക്കണം എന്നുള്ളവർ കുറച്ചും കൂടി കുറയ്ക്കാം. അല്ലെങ്കിൽ നമുക്കിനി കൂട്ടണം എന്നുള്ളത് വറ്റിക്കുന്ന സമയത്തും കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒരു പ്രശ്നമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് വരാം. പിന്നെ ഇതാ ഞാൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നത്, അരയ്ക്കാനുള്ള വെള്ളം ഇട്ടാൽ മതി കേട്ടോ. ഇതാ കണ്ടോ, ഈ തിക്നെസ്സോടുള്ള കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, അങ്ങനെ ജ്യൂസ് പോലെ വെള്ളം പോലെ വേണ്ട. അപ്പോൾ ഇതൊന്ന് അരയാൻ വെറുതെ ആ പഞ്ചസാരയും ഇതിട്ട് അടിക്കുമ്പോൾ തന്നെ അരയും. എങ്ങാനും അരഞ്ഞില്ലെങ്കിൽ ഒരു ഇത്തിരി വെള്ളം, കുറച്ച്, അത്രേ വേണ്ടൂ. വെള്ളം കൂടിയാലും പ്രശ്നമല്ല, പക്ഷെ അത്രയും നേരം പിന്നെയും ഗ്യാസിലിട്ട് തിളപ്പിച്ച് അത് വറ്റിക്കണം. അപ്പോൾ അതിനും ഭേദം നമ്മൾ ഇത്തിരി തിക്കായിട്ട് അരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് തിക്കാക്കാം. ഇത് കണ്ടോ, ശരിക്കും അലുവയും കാട്ടിലും നമ്മളിപ്പോൾ അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൽവയുടെ ഒരു കൺസിസ്റ്റൻസി കട്ടി, അതിനേയും കാട്ടിലും ഒരു ഇത്തിരി കുറവ്. ആ ഒരു കൺസിസ്റ്റൻസി എത്ര കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ. ലൂസാവാതിരുന്നാൽ മതി. അത്രയും ദിവസം ഉണങ്ങാൻ ഇതെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കട്ടിയാക്കിയത്. ഇനിയും കുറച്ചും കൂടി വേണമെങ്കിൽ കട്ടിയാക്കാം. എന്നുവെച്ചാൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് ഒരു 4 ദിവസമൊക്കെ ആവും ഉണങ്ങാൻ. നൈസായിട്ട് പരത്തി ഇത്തിരി കട്ടിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഞാനിവിടെ നെയ്യ് തടവിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റാൻ പോവാണ്. ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്പൂണിൻ്റെ അടിഭാഗത്തും നെയ്യ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഉരച്ചത്. സ്പൂണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡവറ എന്ന് പറയില്ലേ, ഒരു കുഞ്ഞി സ്റ്റീൽ പാത്രം, അത് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി മുകളിലൊരു മുണ്ടോ അല്ലെങ്കിൽ നേരിയതായിട്ടുള്ള ഒരു ഷോളോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് വെയിലത്ത് വെക്കാം. അപ്പോൾ ഇത് 2 ദിവസം ഉണക്കിയതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ലെയറായിട്ട് വരും. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഫുള്ളായിട്ട് വരുന്നുണ്ട്, ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഒറ്റക്കൈയിൽ ഫോണുള്ളതുകൊണ്ട് ഇത് വീഴും. ഞാൻ 2 കൈ കൊണ്ടും എടുത്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ മാംഗോ ക്യാൻഡി റെഡി. ഞാനിത് കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, കട്ട് ചെയ്തതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ വലിച്ചു. നല്ലൊരു പീസ് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ക്യാൻഡി റെഡി. ഇത് ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നു.